നമസ്കാരം. ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമാ രംഗത്തേക്ക് അതിശക്തമായി തിരിച്ചുവന്ന താരമാണ് മഞ്ജു വാര്യർ. ദിലീപുമായുള്ള വിവാഹം കഴിഞ്ഞ സാഹചര്യത്തിലാണ് 1999ഓടെ മഞ്ജു വാര്യർ സിനിമാ രംഗത്ത് നിന്നും വിട്ടുനിന്നതെന്നും എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ താരവിവാഹം നിയമപരമായി വേർപിരിഞ്ഞതിന് പിന്നാലെ 2014 മഞ്ജു വാര്യർ സിനിമാ രംഗത്തേക്ക് തിരിച്ചുവരികയും ചെയ്തു. രണ്ടാം വരവിലും മഞ്ജു വാര്യരെ പഴയ അതേ സ്നേഹത്തോടെ തന്നെ മലയാളികൾ സ്വീകരിച്ചു. അന്ന് താരത്തിനൊപ്പം നിന്ന ആ സുഹൃത്തിനെ കുറിച്ച് പലപ്പോഴും മഞ്ജു വാര്യർ വാചാലയാവാറുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ചാക്കോച്ചനാണ്. തിരിച്ചുവരവിൽ മഞ്ജുവിന് ഏറ്റവും അധികം പിന്തുണ നൽകിയ നടന്മാരിൽ ഒരാളാണ് കുഞ്ചാക്കോ ബോബൻ. വിവാഹത്തിന് മുൻപ് മഞ്ജു വാര്യർ സജീവമായിരുന്ന കാലത്ത് ഒരു സിനിമ പോലും ചാക്കോച്ചനൊപ്പം ചെയ്തിരുന്നില്ല. ഇരുവരും ഒന്നിച്ചു ചെയ്തത് ഒരേ ഒരു മാഗസിൻ കവർ ഷൂട്ട് മാത്രമായിരുന്നു. അതന്ന് ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. 14 വർഷത്തിനു ശേഷം 2014 ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ മഞ്ജു വാര്യർ തിരിച്ചെത്തുമ്പോൾ നായകനായി എത്തിയത് കുഞ്ചാക്കോ ബോബനാണ്. നായിക പ്രാധാന്യമുള്ള ഒരു സിനിമയിൽ അഭിനയിക്കാൻ ഏതൊരു മുൻനിര നടനും മടിക്കുന്ന സമയത്ത് കുഞ്ചാക്കോ ബോബൻ ആ റോൾ ഏറ്റെടുത്ത് ചെയ്തത് പ്രശംസകൾക്ക് അർഹനാക്കി. പിന്നീട് വേട്ട എന്ന ചിത്രത്തിലാണ് ഇരുവരും ഒന്നിച്ച് അഭിനയിച്ചത്. അതിനുശേഷം സിനിമകൾ ഒരുമിച്ച് ചെയ്തില്ലെങ്കിലും ക്യാമറയ്ക്ക് പിന്നിൽ നല്ലൊരു സൗഹൃദം സൂക്ഷിക്കുന്ന താരങ്ങളാണ് കുഞ്ചാക്കോ ബോബനും മഞ്ജുവും. കുഞ്ചാക്കോ ബോബനുമായി അടുത്ത സൗഹൃദമുള്ളവരിൽ ഒരാളാണ് മഞ്ജു വാര്യർ. പ്രൊഫഷണലിലെ കാര്യങ്ങൾ മാത്രമല്ല, കുടുംബമായും സൗഹൃദമുണ്ട് മഞ്ജുവിന്. ഇടയ്ക്ക് ഫാമിലിയായി യാത്രകൾ പോവാറുണ്ട്. ഇസയോടൊപ്പമുള്ള മഞ്ജുവിന്റെ ക്യൂട്ട് വീഡിയോകളും ചിത്രങ്ങളും എല്ലാം വൈറലായി മാറാറുണ്ട്. ഇരുവരും ഒന്നിച്ചുള്ള പുതിയ വീഡിയോയാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ചാക്കോ ബോബന്റെ പുതിയ സിനിമയായ ഓഫീസർ ഓൺ ഡ്യൂട്ടി തിയേറ്ററുകളിലേക്ക് എത്തിയതാണ്. തുടക്കം മുതലേ വാർത്തകൾ നിറഞ്ഞ ചിത്രമായിരുന്നു ഇത്. നായാട്ട്, ഇരട്ട, ഇലവീഴ പൂഞ്ചിറ പോലെയുള്ള നല്ല പോലീസ് സിനിമകൾ നൽകിയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഈ ചിത്രത്തിന് പുറകിലുണ്ടെന്ന് കുഞ്ചാക്കോ ബോബൻ പറഞ്ഞിരുന്നു. സിനിമയെക്കുറിച്ച് വാചാലനായുള്ള ചാക്കോച്ചന്റെ അഭിമുഖങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു. ഏറെ പ്രതീക്ഷയോടെയാണ് സിനിമയുടെ റിലീസിനായി കാത്തിരിക്കുന്നതെന്ന് ആരാധകരും പറഞ്ഞിരുന്നു. പ്രിയാമണിയും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. കോളേജുകളെ ഇളക്കി മറിച്ചായിരുന്നു ഇവരുടെ പ്രൊമോഷൻ പരിപാടികൾ. ഇടയ്ക്ക് ഡാൻസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ ചാക്കോച്ചൻ ഡാൻസ് ചെയ്തിരുന്നു. വിശാഖും റംസാനും എല്ലാം ചാക്കോച്ചനും പ്രിയാമണിക്കും ഒപ്പമുണ്ടായിരുന്നു. കാത്തിരിപ്പിനൊടുവിലായി സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ ചാക്കോച്ചനൊപ്പം അമ്മ മോളിയും ഭാര്യ പ്രിയയും മകൻ ഇസയും ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് മോളി മകന്റെ സിനിമ കാണാനായി തിയേറ്ററിലേക്ക് എത്തിയത്. അഭിമുഖങ്ങളിലെല്ലാം മമ്മിയെക്കുറിച്ച് വാചാലനാവാറുണ്ട് അദ്ദേഹം. ആ സൗന്ദര്യമാണ് എനിക്ക് കിട്ടിയതെന്നാണ് മകൻ എപ്പോഴും പറയാറുള്ളത്. ഇവരുടെ വീഡിയോയും വൈറലായിരുന്നു. സിനിമ കാണാനായി മഞ്ജു വാര്യരും എത്തിയിരുന്നു. പ്രിയയായിരുന്നു മഞ്ജുവിനെ ആദ്യം സ്വീകരിച്ചത്. മമ്മയെ കണ്ടപ്പോൾ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയായിരുന്നു മഞ്ജു. കുഞ്ചാക്കോ ബോബനുമായി മാത്രമല്ല, അദ്ദേഹത്തിന്റെ കുടുംബമായും അടുത്ത സൗഹൃദമുണ്ട് മഞ്ജുവിന്. ഇടയ്ക്ക് ഇവരെ ഒന്നിച്ച് യാത്രകൾ നടത്താറുണ്ട്. ഇസയ്ക്കൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളും എല്ലാം മഞ്ജുവും പങ്കിടാറുണ്ട്. രണ്ടാം വരവിൽ മഞ്ജുവിന് മികച്ച പിന്തുണയായിരുന്നു കുഞ്ചാക്കോ ബോബൻ നൽകിയത്. ഹൗ ഓൾഡ് ആർ യുവിൽ നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചത് അദ്ദേഹമായിരുന്നു. നായിക പ്രാധാന്യമുള്ള ചിത്രമാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാൻ തയ്യാറാവുകയായിരുന്നു ഇദ്ദേഹം. ഈ സിനിമ ചെയ്യരുതെന്ന് പറഞ്ഞ് ഭീഷണികളൊക്കെ അന്ന് വന്നിരുന്നുവെങ്കിലും അതൊന്നും അദ്ദേഹം മൈൻഡ് ചെയ്തിരുന്നില്ല. മഞ്ജുവിന്റെ തിരിച്ചുവരവ് അദ്ദേഹവും ആഗ്രഹിച്ചതായിരുന്നു. അന്ന് തുടങ്ങിയ അടുത്ത സൗഹൃദം ഇരുവരും ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്. അതിനാൽ തന്നെ ചാക്കോച്ചൻ വിളിച്ചാൽ മഞ്ജുവിന് എത്താതിരിക്കാനുമാവില്ല. സ്വന്തം സിനിമകൾ മാത്രമല്ല, സുഹൃത്തുക്കളുടെ സിനിമകൾ കാണാനും അവയെക്കുറിച്ച് അഭിപ്രായം പങ്കിടാനുമെല്ലാം മഞ്ജു തയ്യാറാവാറുമുണ്ട്. തിരിച്ച് കുഞ്ചാക്കോ ബോബനും അങ്ങനെ തന്നെയാണ്. രസകരമായ നിമിഷങ്ങളും യാത്രാവിശേഷങ്ങളുമെല്ലാം ഇരുവരും പങ്കിടാറുണ്ട്.